വർഷം 1968 ഫെബ്രുവരി മാസം 7-ാം തീയതി ചണ്ഡീഗഡിൽ നിന്നും ലേയിലേക്ക് പറന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-12 വിമാനം കാണാതാവുന്നു. സൈനികരുൾപ്പെടെ മറ്റാളുകളെയും ചേർത്ത് ഏകദേശം 102 പേരോളം വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം അപകടത്തിൽപ്പെട്ടതായിരിക്കാമെന്ന നിഗമനങ്ങളിൽ എത്തിയെങ്കിലും അവശിഷ്ട ഭാഗങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്തിടത്തോളം അതൊരു മിസ്സിംഗ് കേസായി തുടർന്നു. ആ 102 പേരിൽ മലയാളിയായ പത്തനംതിട്ടക്കാരൻ തോമസ് ചെറിയാൻ എന്ന 22 വയസ്സുള്ള സൈനികനും ഉൾപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ട മകൻ മിസ്സിംഗ് ആണ് എന്ന വാർത്ത ആ മാതാപിതാക്കൾക്ക് സങ്കടം ഉളവാക്കിയെങ്കിലും ആ കുടുംബം അത് പ്രതീക്ഷയോടെ നോക്കിക്കണ്ടു. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ പത്തനംതിട്ടയിലെ ഇലന്തൂരുള്ള ആ കുടുംബം ഒന്നടങ്കം കാത്തിരുന്നു. ആ കാത്തിരിപ്പ് 35 വർഷത്തോളം നീണ്ടു. 2003 AB വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിംഗിൽ നിന്നുള്ള പർവ്വതാരോഹകർക്ക് AN-12 വിമാനത്തിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ കിട്ടുന്നു. വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ളതും യാത്ര ചെയ്ത എല്ലാവരും മരണപ്പെട്ടു എന്ന വാർത്തയും അങ്ങനെ ഔദ്യോഗികമായി. തുടർന്ന് 2005, 2006, 2013, 2019 വർഷങ്ങളിലും ഡ്രോഗ സ്കൗട്ട്സിൻ്റെ പ്രത്യേക തിരച്ചിൽ നടന്നു. 2019 വരെ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇപ്പോഴിതാ തോമസ് ചെറിയാൻ്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ച് സങ്കടം എന്നതിനേക്കാൾ തങ്ങളുടെ കാത്തിരിപ്പ്, സ്വന്തം നാട്ടിലെ കല്ലറയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ഭൗതികദേഹം സംസ്കരിക്കണമെന്ന ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന നിമിഷം കൂടിയാണിത്. തോമസ് ചെറിയാൻ അടങ്ങുന്ന വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് 56 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഏകദേശം 78 വയസ്സ് പ്രായം. തോമസ് ചെറിയാൻ്റെ സഹോദരി മേരിയുടെ വാക്കുകളിൽ ആ കുടുംബം കടന്നുപോയ സാഹചര്യങ്ങൾ ഉൾപ്പെടുന്നു. അവസാന നാളുകളിൽ 45 മിനിറ്റ് മാത്രം ദൈർഘ്യമുണ്ട് എന്ന് സഹോദരൻ അന്ന് പറഞ്ഞ ആ യാത്രയെക്കുറിച്ചും പിന്നീടുണ്ടായ കാര്യങ്ങളെക്കുറിച്ചും ആ സഹോദരി കൃത്യമായി പറയുന്നു. സഹോദരിയുടെ വാക്കുകളിലേക്ക്. ലാസ്റ്റിൽ പുള്ളി ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞ് സെക്കൻഡറാബാദിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് 3ാമത്തെ വരവ് ലാസ്റ്റിൽ വന്നു. അങ്ങനെ പോയി സെക്കൻഡറാബാദിൽ ചെന്നേച്ച് അവിടുന്ന് നമുക്ക് എഴുത്തൊക്കെ ഇട്ടു. അങ്ങനെ എനിക്കിങ്ങനെ പോസ്റ്റിംഗ് ആയി, ഞാൻ ചണ്ഡീഗഡിലേക്ക് പോവാം, അവിടുന്ന് ലഡാക്കിലെ ലേയിലേക്ക് പോകാനാണെന്നും പറഞ്ഞു. എന്ന് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല, എഴുത്ത് വരണേ ഒത്തിരി താമസിക്കത്തില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ പ്ലെയിനിൽ പോയി. അന്നത്തെ 98 ആൾക്കാരുണ്ടായിരുന്നു ഈ പ്ലെയിനിൽ. 103 ആൾക്കാർ, അതിൻ്റെ മറ്റേ ജോലിക്കാരും എല്ലാം കൂടെ 103 പേരുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ചണ്ഡീഗഡിൽ നിന്ന് പറന്ന് 45 മിനിറ്റ് മതിയെന്ന് അവിടെ ചെല്ലാനെന്ന് അന്ന് പറഞ്ഞത്. അത് അവിടെ ചെന്ന് ഇറങ്ങാൻ മഞ്ഞുകൊണ്ട് ഇറങ്ങാൻ വയ്യാഞ്ഞ് തിരിച്ച് 30 മിനിറ്റും വന്നു. അതുവരെ നമുക്ക് ഇവർക്ക് വയർലെസ് വഴി ഇതുണ്ടായിരുന്നു, പിന്നെ ഒന്നും അറിയത്തില്ല. അപ്പം പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നു ഇങ്ങനെ പോയ പ്ലെയിൻ്റെ നമ്പരും എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു ഇത് മിസ്സിങ് ആയെന്ന്. അപ്പം രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പം പുള്ളിയുടെ പേരുണ്ടായിരുന്നു തോമസ് ചെറിയാൻ എന്ന്. അപ്പം എൻ്റെ ഫാദർ പറഞ്ഞു ഇതേണ്ട നമ്മുടെ മോൻ്റെ പേരാ തോമസ് ചെറിയാൻ എന്ന് കിടക്കുന്നു, മിസ്സിങ് എന്ന്, പ്ലെയിൻ മിസ്സിങ് എന്ന് പറഞ്ഞു. അമ്മ അത് കേട്ടു. അപ്പോൾ അത് അത്ര കാര്യമാക്കിയില്ല, മിസ്സിങ് അല്ലേ, മരിച്ചിട്ടൊന്നും ഇല്ലെന്നുള്ള ധാരണയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമുക്ക് ടെലഗ്രാം വരുന്നത്. അന്ന് ടെലഗ്രാമാണ് വരുന്നത്. ടെലഗ്രാം വന്നു. ഇങ്ങനെ എലന്തൂർ ചന്തയിൽ വന്നു, അവിടെ തിരക്കി. അപ്പോൾ ആളിനെയൊക്കെ മനസ്സിലാക്കാൻ പേര് ഏലമ്മയെന്നൊക്കെ പറഞ്ഞാൽ വന്നേ. എങ്കിലും അച്ചായൻ്റെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു, പുള്ളി അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അങ്ങനെ ആ വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അറിഞ്ഞു. അപ്പോഴും മിസ്സിങ് എന്നേ നമുക്കറിയത്തുള്ളൂ, പ്ലെയിൻ കാണാനില്ല, മിസ്സിങ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2003 ഇങ്ങനെ പ്ലെയിനിൻ്റെ അവശിഷ്ടം കിട്ടി എന്നും പറഞ്ഞു വന്നു. ഞങ്ങളിങ്ങനെ തിരയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ഒരു മരിച്ചെന്നുള്ള പ്രതീക്ഷയായി. പ്ലെയിൻ അതിനകത്ത് ഇനിയും രക്ഷപ്പെടുമെന്നുള്ള ഒരു വിചാരമില്ലായിരുന്നു. അതിന് മുമ്പേ നമ്മൾ വിചാരിച്ചു ഇത് രക്ഷപ്പെടും, വന്ന് കാണാമെന്നൊക്കെ. അങ്ങനെയായി. പിന്നെ മരിച്ചെന്ന് സ്ഥിരീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇൻഫർമേഷൻ കൂടെ വന്ന് 2 പേരുടെയും കൂടെ കിട്ടി എന്നും പറഞ്ഞു. നിങ്ങളുടേത് നമ്മുടേതും തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ മരിച്ചുപോയി, അപ്പനും മരിച്ചുപോയി. അപ്പം പിന്നെ അവരിപ്പം ഇന്നലെയാണ് നമുക്കിങ്ങനെ അവിടെ നിന്ന് വരുന്നത്. പോലീസുകാരനെ ഇവിടെ വന്ന് നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ തിരക്കി, ആൾക്കാരുണ്ടോ എന്തോ അങ്ങനെ തിരക്കി എല്ലാം പോയി ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഇന്ത്യ ഗവൺമെൻറ് ഇത്രയും ഒരു തെരച്ചിൽ നടത്തുമെന്ന് അവരെയാണ് നമ്മൾ സ്മരിക്കുക. അവരതുപോലത്തെ പ്രവർത്തനം ഞങ്ങളോട് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അത്രയും ഒരു വിചാരമില്ല ഇതിങ്ങനെ തിരക്കുമോ എന്ന്. അപ്പോൾ അവരിത്രയും വർഷം 56 വർഷം 68 ഫെബ്രുവരി 7-ാം തീയതി പോയ കാര്യമാണ്. ഇപ്പോൾ ഇത്രയും 56 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നലെ കണ്ട്. ഇപ്പോൾ ഇനിയിപ്പം ആ ബോഡി വരും, കാണാമെന്നുള്ള ആ പ്രതീക്ഷയും ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ ആലയത്തിൽ തന്നെ ഞങ്ങളുടെ പിതാവിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യാമെന്നുള്ള ആ ഒരു ആശ്വാസമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അന്ന് ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
തോമസ് വർഗീസ് എന്ന ഏറ്റവും ഇളയ സഹോദരന്റെ വാക്കുകൾ. സന്തോഷമുണ്ട്, സങ്കടവും വരുന്നുണ്ട്. ഇത്രയും തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കുന്നു. എൻ്റെ പ്രായം 8 വയസ്സേ ഉള്ളൂ എനിക്ക്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത്രയുള്ള ഇതേ ഉള്ളൂ. പിന്നെ ഈ ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അന്നോട്ട് ഞാൻ കുടുംബത്തെ താമസിക്കുന്നതുകൊണ്ടും എനിക്ക് അറിയാം. അച്ഛനും അമ്മയെല്ലാം പറയുന്ന കേട്ട് വിവരങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. മരണം സ്ഥിരീകരിച്ച് 2003. എന്നാൽ ഇവയേക്കാളൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച വാക്കുകൾ തോമസ് എന്ന സഹോദരൻ്റേതായിരുന്നു. അപ്പൻ പഠിപ്പിച്ചു തന്ന, അപ്പൻ കാണിച്ചു വളർത്തിയ നല്ല മാതൃക കിട്ടിയ മകനായിരുന്നു തോമസ് ചെറിയാൻ. പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒപ്പമുള്ളവരെ സഹായിക്കാനും തുടങ്ങി എല്ലാത്തിനും ഫിറ്റായ സഹോദരനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഞങ്ങളിവിടെ 18 വയസ്സ് വരെ, അവന് 18 വയസ്സായപ്പോൾ അവൻ പോയി. നെക്സ്റ്റ് ഞാൻ 18 വയസ്സായപ്പോൾ ഞാനും പോയി. കറക്റ്റ്. അദ്ദേഹം പട്ടാളത്തിൽ പോയി. ഞാൻ ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് BHEL ഭാരത് ഇലക്ട്രിക്കൽ യൂണിറ്റിൽ ജോലി ചെയ്യാൻ പോയി. നല്ല സ്വഭാവമുള്ളവനായിരുന്നു. നല്ല സ്വഭാവം. എല്ലാത്തിലും ഫിറ്റായ ഒരാളായിരുന്നു. എല്ലാത്തിലും ഫിറ്റായിരുന്നു. പഠിക്കാനും പ്രാർത്ഥിക്കാനും ഇടപെടാനും അത് ഞങ്ങളുടെ അപ്പൻ്റെ ഗുണമായിരുന്നു. അപ്പൻ അങ്ങനെ ഞങ്ങളെയൊക്കെ വളർത്തിയത്. സ്നേഹവും സഹോദരം അത് അപ്പനെ അങ്ങനെ അത് കാണിച്ച് വളർത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേറെങ്ങും പോയി പഠിക്കേണ്ടി വന്നില്ല. അപ്പൻ അങ്ങനെ ആയിരുന്നു. എല്ലാവരും വഴി പോകുന്നവനെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ചോറും കൊടുത്ത് അങ്ങനെ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. പ്ലെയിൻ്റെ അവശേഷം കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പം ഒരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു. ഹി മേ കം. പുള്ളി വരത്തില്ല, പുള്ളിയുടെ അവശിഷ്ടം അല്ലെങ്കിൽ പുള്ളിയുടെ ഡെഡ് ബോഡി വരുമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മഞ്ഞ് മാറിക്കൊണ്ടിരിക്കുമ്പോഴേ, എന്തെങ്കിലും മഞ്ഞ് നീങ്ങുമ്പോൾ അങ്ങനെ ഒരു ചെറിയ പിന്നെ ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. മിലിറ്ററി സർവീസിനെ അപ്രീസിയേറ്റ് ചെയ്യുന്നു, ഇന്ത്യൻ ആർമിയെ അപ്രീസിയേറ്റ് ചെയ്യുന്നു. കാരണം അവരുടെ പരിശ്രമം എത്രയോ കഷ്ടപ്പെട്ട് അവർ ഈ 56 വർഷമൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ടൊന്നും നോക്കുന്ന കാര്യങ്ങളല്ല. അതിനവരെ ഒരു ബിഗ് സല്യൂട്ട് ഫോർ ദ ഇന്ത്യൻ ആർമി. മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം മരണാനന്തരം നൽകേണ്ട എല്ലാ ശുശ്രൂഷകളോടും കൂടെ ഭൗതികദേഹം കുടുംബക്കല്ലറയിൽ അടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വർഷങ്ങൾക്കിപ്പുറവും തിരച്ചിൽ നടത്തി മൃതദേഹം കണ്ടെത്തിയതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നുവെന്നും തോമസ് ചെറിയാൻ്റെ കുടുംബം. നമുക്ക് മിലിറ്ററിയുടെ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് എന്നാണ് സംസ്കാരം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള വിവരം പറയാൻ പറ്റുള്ളൂ. കാരണം അവർ കൃത്യമായിട്ട് നമുക്കൊരു ഡേറ്റ് തന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അങ്ങനെ നമുക്ക് ഉദ്ദേശം 2-3 ദിവസത്തിന് ശേഷം ബോഡി കിട്ടുകയാണെങ്കിൽ ഈ വീട്ടിൽ ശുശ്രൂഷകൾ നടത്തുകയും ഞങ്ങളുടെ എലന്തൂർ കാരൂർ ഓർത്തഡോക്സ് ചർച്ചിൽ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ പിതാവിനെയും എൻ്റെ പപ്പായെയും അടക്കം ചെയ്ത കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നതാണ്. അല്ല, ഇപ്പോൾ അവർ ബോഡി കിടക്കുന്ന അവിടുന്ന് ഈ ബോഡി ഡോക്ടർ ഉൾപ്പെടെയുള്ള ഒരു സംഘം അവരുടെ കൂടെയുണ്ട്. അവരവിടുന്ന് ആ ബോഡി ഏകദേശം 16,000 അടിയിലേക്ക് തോളത്തെടുത്തുകൊണ്ട് വേണം താഴേക്ക് വരാൻ. അങ്ങനെ വന്നതിന് ശേഷം ഹെലികോപ്റ്റർ സംവിധാനത്തിലൂടെയാണ് ഇത്. അത് തന്നെയല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഹെലികോപ്റ്റർ അവിടെ എത്താൻ പറ്റുമെങ്കിൽ മാത്രമേ ഇന്ന് അവിടെ ചണ്ഡീഗഡിൽ എത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വീണ്ടും മാറും. ഇതുവരെ അങ്ങനെയാണ് നമുക്കുള്ള നിർദ്ദേശം തന്നിട്ടുള്ളത്. അജയ് ചൗഹാൻ എന്ന് പറയുന്ന ലെഫ്റ്റനൻ്റാണ് ഇതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യുന്നത്. ഈ 2003 മരണപ്പെട്ടു എന്നുള്ള ഇതിന് ശേഷം അതുവരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആളെന്നായാലും തിരിച്ചു വരും അല്ലെങ്കിൽ വേറെ രാജ്യത്തായിരിക്കും എന്നൊക്കെയായിരുന്നു നമ്മുടെ ധാരണകൾ. പക്ഷേ മരണപ്പെട്ടതിന് ശേഷം ഇവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബോഡി ലഭ്യമാവും. പ്രത്യേകിച്ച് മഞ്ഞിനകത്താവുമ്പോൾ വേറെ കേടുപാടുകളൊന്നും ബോഡിക്ക് സംഭവിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇത് കളഞ്ഞിട്ട് പോയില്ലല്ലോ അവർ. കൃത്യമായിട്ട് പട്ടാളം അന്വേഷിച്ച് അത് കണ്ടുപിടിച്ചല്ലോ. അത് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഗവൺമെൻറ്റിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് അവർ അത് ജോലി ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 വർഷം കൂടുന്ന സമയങ്ങളിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ഇതുപോലെ അന്വേഷണം നടത്തുന്നുണ്ട്, അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങളെ അറിയിക്കുമായിരുന്നു.